ചരിത്രപരമായും സാംസ്കാരികപരമായും ഇന്ത്യയോട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മുടെ ഒരു അയൽ രാജ്യമാണ് നേപ്പാൾ. പക്ഷേ നേപ്പാളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഒട്ടും സുഖകരമല്ല. അവിടുത്തെ സോഷ്യൽ മീഡിയ ബാനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങളുടെ ഭാഗമായി വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ നടക്കുന്നു. അതിനെതിരെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള അടിച്ചമർത്തലുകൾ ഉണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായി 20ഓളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്നും അവിടുത്തെ ഗവൺമെൻറ് ബിൽഡിങ്ങുകൾക്കെതിരെയും പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിൻ്റെയും ഒക്കെ വസതികൾക്കെതിരെയും അവിടുത്തെ പാർലമെൻറ്റ് മന്ദിരത്തിനെതിരെ വരെ പോലും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അതിനൊക്കെ തീയിടുന്നു മുതലായ വാർത്തകൾ വരുന്നു. അവിടുത്തെ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റുമൊക്കെ അവരുടെ സ്ഥാനങ്ങൾ രാജിവെച്ച് നാടുവിട്ടു. ഇത്രയും വലിയ വാർത്തകളൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സോ നേപ്പാൾ പോലെയുള്ളൊരു രാജ്യത്ത് അവിടുത്തെ സോഷ്യൽ മീഡിയ ബാൻ ചെയ്തു എന്നതിൻ്റെ പേരിൽ ഇത്രയും വലിയൊരു പ്രതിഷേധം നടക്കാനും ആ പ്രതിഷേധം ആരംഭിച്ച് വെറും 48 മണിക്കൂറിനുള്ളിൽ അവിടുത്തെ ഗവൺമെൻറ് തന്നെ നിലം പതിക്കുന്നതിനുമുണ്ടായ സാഹചര്യം എന്താണ്? നേപ്പാളിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നൽകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളിലെല്ലാം കേൾക്കുന്ന കാര്യം നേപ്പാളിൽ 26ഓളം സോഷ്യൽ മീഡിയ ആപ്പുകൾ ബാൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളും എല്ലാം ഉണ്ടായതെന്നാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നടക്കുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം ട്രിഗറിംഗ് പോയിൻ്റ് എന്നത് മാത്രമാണ് ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയ ബാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീലങ്കയിൽ ഇതുപോലെയുള്ളൊരു വലിയ പ്രതിഷേധമുണ്ടായപ്പോൾ അവിടുത്തെ ഓർഗാനിക് ഫാമിങ്ങിൻ്റെ തകർച്ച കാരണമാണ് അങ്ങനെ ഉണ്ടായതെന്നുള്ളൊരു വാർത്ത വന്നിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിൽ ഇതിന് സമാനമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായപ്പോൾ അവിടുത്തെ റിസർവേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ട് ഗവൺമെൻറ് എടുത്തൊരു തീരുമാനമാണ് അത്രയും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായത് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അവിടെയെല്ലാം കാലാകാലങ്ങളായി പല പ്രശ്നങ്ങളും നിലനിന്നിരുന്നു. അവിടേക്ക് ഈ ഒരു പ്രശ്നവും കൂടെ കടന്നു വന്നപ്പോൾ വലിയൊരു പ്രതിഷേധം ഉണ്ടായതാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നേപ്പാളിലും കാലാകാലങ്ങളായിട്ട് പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ഈ തീരുമാനം കൂടി വന്നപ്പോഴാണ് ഇത്രയും വലിയൊരു പ്രതിഷേധം നടക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് നേപ്പാളിൻ്റെ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമ്മൾ നേപ്പാളിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അവിടെ കാലാകാലങ്ങളായി, കൃത്യമായി പറഞ്ഞാൽ 2006 വരെ രാജഭരണമായിരുന്നു നിലനിന്നിരുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഒരുപാട് കാലം മുന്നേ തന്നെ അവിടുത്തെ രാജഭരണം അവസാനിപ്പിക്കണമെന്നും ജനാധിപത്യം വരണമെന്നുള്ള ആവശ്യങ്ങൾ ആളുകൾ മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. 2006 മുന്നേ ഏകദേശം 10 വർഷക്കാലത്തോളം നീണ്ടു നിന്നിരുന്ന ഒരു ആഭ്യന്തര യുദ്ധം തന്നെ നേപ്പാളിൽ നടന്നിരുന്നു എന്ന് നമുക്ക് കാണാം. അപ്പം അതിൻ്റെ ഭാഗമായി ഏകദേശം 2008 നേപ്പാളിൽ പരിപൂർണമായിട്ട് ഈ രാജഭരണം അവസാനിപ്പിക്കുകയും ഒരു ജനാധിപത്യ സംവിധാനം നിലവിൽ വരികയും ചെയ്യുന്നു. 2008 അവർക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നു. 2015 രണ്ടാമതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത് കാണാം. അപ്പോൾ ഈ രീതിയിലൊക്കെ നേപ്പാളിൽ ജനാധിപത്യമൊക്കെ വരുന്നുണ്ടെങ്കിലും അവിടെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേപ്പാളിൽ 7ഓളം പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടികളുണ്ട്. അതിൽ തന്നെ 3 എണ്ണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനകത്ത് യുണൈറ്റഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ മാവോയിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർട്ടിയുണ്ട്. അതുപോലെ തന്നെ നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർട്ടിയുണ്ട്. നേപ്പാളി കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർട്ടിയുണ്ട്. അപ്പോൾ ഈ 3 പാർട്ടികളും എപ്പോഴും 3 പാർട്ടികളായിട്ട് നിൽക്കുകയല്ല, അതിൻ്റെ ഇടയിൽ പലപ്പോഴും മിക്സിങ് ആൻഡ് മാച്ചിങ് നടക്കുന്നുണ്ട്. അപ്പോൾ നേപ്പാളിലൊരു ഇലക്ഷൻ നടക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒരു പാർട്ടിക്ക് ഒരിക്കലും വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പാർട്ടികളുടെ ഇടയിൽ പലപ്പോഴും സഖ്യകക്ഷികൾ രൂപപ്പെടുന്നുണ്ട്. അങ്ങനെ കോവലിഷൻ ഗവൺമെൻറ്റുകളാണ് അവിടെ എപ്പോഴും അധികാരത്തിൽ വരുന്നത്. ഈ കോവലിഷൻ ഗവൺമെൻറ്റുകൾക്കൊരു പ്രത്യേകതയുണ്ട്. അധികാരത്തിലെത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പാർട്ടിയിലെ നേതാക്കന്മാരെ എപ്പോഴും മറ്റൊരു പാർട്ടിയുമായിട്ട് കൂട്ടുകൂടും. ഇപ്പോൾ ഏതെങ്കിലും 2 പാർട്ടികൾ കൂടി ചേർന്നിട്ടൊരു ഗവൺമെൻറ് ഉണ്ടാക്കി കുറച്ച് കാലം മുന്നോട്ട് പോകും. അവരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ 2 പാർട്ടികളും തമ്മിൽ പിളരുകയും മൂന്നാമതൊരു പാർട്ടിയുടെ കൂടി ചേർന്നിട്ട് അവരൊരു ഗവൺമെൻറ് ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ അവരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ ഇടയിൽ ഒരു ബ്രേക്കപ്പ് നടന്നിട്ട് മറ്റൊരു പാർട്ടിയുമായി കൂടി ചേർന്നിട്ട് അവരൊരു ഗവൺമെൻറ് ഉണ്ടാക്കും. ഇങ്ങനെ ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത രീതിയിലാണ് അവിടുത്തെ ഗവൺമെൻറ്റുകൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ 2008 ശേഷം, അതായത് കഴിഞ്ഞ 17 വർഷത്തിനിടയിൽ 14 തവണയാണ് നേപ്പാളിൽ ഗവൺമെൻറ്റിന് മാറ്റമുണ്ടായത്. 14 തവണ പ്രൈം മിനിസ്റ്റർമാർ മാറി മാറി വന്നുകൊണ്ടിരുന്നു. അപ്പോൾ 14 തവണ പ്രൈം മിനിസ്റ്റർമാർ മാറുന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ 3 പാർട്ടികളുടെ നേതാക്കന്മാരാണ് പ്രധാനമായിട്ടും ഈ പ്രധാനമന്ത്രി പദത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ അധികാര വടംവലിയുടെ ഭാഗമായിട്ടുള്ള ആക്ടിവിറ്റികളാണ് നേപ്പാൾ പൊളിറ്റിക്സിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും കൂടുമ്പോൾ അവിടുത്തെ ഗവൺമെൻറ് മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് മാറുമ്പോൾ പോളിസികൾ മാറുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മറ്റ് പ്രശ്നങ്ങളുണ്ടാകുന്നു. അവിടെ ഭരിക്കുന്ന ആളുകൾക്ക് ഭരിക്കാൻ നേരമില്ല. ഇത്തരത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ഗെയിമുകളൊക്കെ കളിച്ച് ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ സഖ്യകക്ഷി ഭരണമൊക്കെ ആയിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നേപ്പാളിലെ ജനങ്ങളുടെ അവസ്ഥ, അവിടുത്തെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ പരിതാപകരമായി മാറുകയാണ്.
ഇപ്പം നേപ്പാളിലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ചില കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ പല സമയത്തും തൊഴിലില്ലായ്മ നിരക്ക് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത് 10 മുതൽ 15% വരെയൊക്കെയാണെന്ന് കാണാം. അതുപോലെ തന്നെ അവിടുത്തെ ഇൻഫ്ലേഷൻ പലപ്പോഴും 5 മുതൽ 6% വരെയൊക്കെ ഉയർന്നു പോകുന്നുണ്ട്. US ഡോളറുമായിട്ടുള്ള അവരുടെ വിനിമയ നിരക്ക് നോക്കുകയാണെങ്കിൽ ഒരു US ഡോളർ എന്ന് പറയുന്നത് ഏകദേശം 140 നേപ്പാളി രൂപയായിട്ടൊക്കെ ഉയരുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടും രാജ്യത്ത് രൂക്ഷമായിട്ടുള്ള തൊഴിലില്ലായ്മ ഉള്ളതുകൊണ്ടും അവിടെയുള്ള ആളുകൾക്ക് ജീവിക്കണമെങ്കിൽ, കുടുംബം പുലർത്തണമെങ്കിൽ രാജ്യത്തിന് പുറത്ത് പോയി ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ ആ രാജ്യം വലിയ രീതിയിൽ റെമിറ്റൻസിന് ഡിപ്പെൻഡൻ്റായി മാറുകയാണ്. ഇപ്പോൾ തന്നെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ ആ രാജ്യത്തേക്ക് വരുന്ന റെമിറ്റൻസ് ഇൻകം എന്ന് പറയുന്നത് അവരുടെ GDPയുടെ 1/3 ഭാഗം അല്ലെങ്കിൽ 33% എന്ന് കാണാം. അപ്പോൾ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഒരുപാട് റെമിറ്റൻസ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമ്മുടെ GDPയുടെ വെറും 3.5% മാത്രമാണ് ഈ റെമിറ്റൻസ് ഇൻകം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ രീതിയിൽ രാജ്യത്ത് നിൽക്കാൻ ആളുകൾക്ക് കഴിയാത്തൊരവസ്ഥ വരുന്നു എന്ന് മാത്രമല്ല, ഈ ഒരു സാഹചര്യത്തെ അവിടുത്തെ രാഷ്ട്രീയക്കാരൊക്കെ മുതലെടുക്കുകയാണ്. അതായത് ഈ രാജ്യത്ത് നിന്ന് ആളുകളെ പുറത്തേക്ക് വിടുന്നതിന് വേണ്ടിയിട്ട് അവർ റെഫ്യൂജികളാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന രേഖകളൊക്കെ ഉണ്ടാക്കി വലിയൊരു സ്കാം അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ നടത്തുകയും അങ്ങനെ ഈ നേപ്പാളിലുള്ള ആളുകളൊക്കെ പുറം രാജ്യങ്ങളിൽ അഭയാർത്ഥികളൊക്കെ ആയി പോയി ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ പോകുന്നു. 2024 മാത്രം ഏകദേശം 7.5 ലക്ഷത്തോളം ആളുകളാണ് നേപ്പാളിൽ നിന്ന് ഇത്തരത്തിൽ പുറത്തേക്ക് പോയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. വെറും 3 കോടി മാത്രം പോപ്പുലേഷനുള്ള രാജ്യത്തിൻ്റെ 2.5% പോപ്പുലേഷൻ ഇത്തരത്തിൽ രാജ്യത്തിന് വെളിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ രാജ്യം സാമ്പത്തികമായ പ്രശ്നങ്ങൾ നേരിടുന്നു, പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റെബിലിറ്റി ഇല്ല, സ്വന്തം രാജ്യത്ത് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയും പട്ടിണിയിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും ഒക്കെ നേപ്പാളിലെ ആളുകൾ മുന്നോട്ട് പോകുമ്പോൾ അവർ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുകയാണ്. അവിടുത്തെ സെലിബ്രിറ്റീസിൻ്റെ, എസ്പെഷ്യലി അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുടെ കുടുംബം, അവരുടെ മക്കളെല്ലാം വളരെ ലാവിഷ് ആയിട്ടുള്ള, വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ സോഷ്യൽ മീഡിയയിലെല്ലാം നെപ്പോ കിഡ്സ്, നെപ്പോ ബേബീസ് പോലെയുള്ള ഹാഷ്ടാഗുകൾ ട്രെൻഡിങ് ആവുകയാണ്. ഈ രാഷ്ട്രീയക്കാരുടെ മക്കൾ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നു, വലിയ രീതിയിലുള്ള പാർട്ടികൾ നടത്തുന്നു, വലിയ വിലയുള്ള വാഹനങ്ങൾ ഓടിക്കുന്നു, വലിയ ബ്രാൻഡുകളുടെ ഡ്രസ്സുകൾ ധരിക്കുന്നു. ഇത്തരത്തിൽ ലാവിഷായിട്ട് ജീവിക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു ചോദ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെയുള്ളൊരു പണം ഇവർക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഇവരുടെ വരുമാനം എന്താണ്? കൃത്യമായിട്ടുള്ളൊരു ഇൻകം സോഴ്സ് ഒന്നും ഇവരുടെ ഒരിടത്തും കാണിക്കുന്നില്ല. അപ്പോൾ നേപ്പാളിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇടയിൽ ഒരു പ്രചാരണം ഉണ്ടാവുകയാണ്. തങ്ങൾ പട്ടിണി കിടന്നും ദാരിദ്ര്യത്തിലുമൊക്കെ പണിയെടുക്കുന്നു, അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ വെളിയിൽ പോയി അടിമപ്പണിയൊക്കെ എടുത്ത് പണം ഉണ്ടാക്കുന്നു, അവിടെ നിന്ന് നമ്മൾ അടയ്ക്കുന്ന നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരൊക്കെ ഇത്രയും ലാവിഷായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുന്നത് എന്നുള്ളൊരു വലിയ പ്രചാരണം നടക്കുന്നു. ഈ പ്രചാരണം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഓൺലൈനിൽ വലിയൊരു പ്രതിഷേധത്തിന് കാരണമാവുകയാണ്. ഇപ്പം നേപ്പാളിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 50% ആളുകൾ ആക്റ്റീവായിട്ടുള്ള സോഷ്യൽ മീഡിയ യൂസേഴ്സാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ഇടയിൽ ഇതൊരു വലിയ ട്രെൻഡിങ് ആയി മാറുകയും ഇതൊരു വലിയ പ്രതിഷേധമായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്ന സമയത്ത് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും സോഷ്യൽ മീഡിയകൾക്കെതിരെ വലിയൊരു നടപടി ഉണ്ടാവുകയാണ്. അപ്പോൾ ഗവൺമെൻറ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം 2024 സെപ്റ്റംബറിൽ തന്നെ നേപ്പാൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നൊരു വിധി ഉണ്ടാകുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലെ ഹെയ്റ്റ് സ്പീച്ച്, സൈബർ ക്രൈം, മിസ്ഇൻഫർമേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു കൺട്രോൾ കൊണ്ടുവരണമെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഓഗസ്റ്റ് അവസാനത്തോടു കൂടി നേപ്പാൾ ഗവൺമെൻറ് ഒരു കാര്യം മുന്നോട്ട് വെക്കുകയാണ്. എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യണം, ലോക്കലായിട്ടുള്ള ഒരു ഓഫീസ് തുടങ്ങണം. ആ രീതിയിൽ ഗവൺമെൻറ്റിന് നേരത്തെ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. പക്ഷേ സത്യത്തിൽ ഇവിടെ എന്താണ് ഗവൺമെൻറ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഇത്തരത്തിൽ ഗവൺമെൻറ്റിനൊക്കെ എതിരെ വരുന്ന പ്രതിഷേധങ്ങളെ ഇല്ലാതാക്കുക, അത്തരത്തിലുള്ള കണ്ടൻറ്റുകളെയൊക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ ഒരു നിലപാട് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇതിന് ഈ സോഷ്യൽ മീഡിയ കമ്പനികൾക്കെല്ലാം ഒരാഴ്ചത്തെ സമയവും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഭൂരിഭാഗം സോഷ്യൽ മീഡിയ കമ്പനികളും ആ ഒരു നിർദ്ദേശം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ 4 ഒറ്റയടിക്ക് നേപ്പാളി ഗവൺമെൻറ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ട്വിറ്റർ, വാട്സപ്പ് അടക്കമുള്ള 26 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ നേപ്പാളിൽ കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു തീരുമാനം നേപ്പാളിലെ ജനങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് അവിടുത്തെ യുവതലമുറ, നമ്മൾ ജെൻസി എന്ന് വിളിക്കുന്ന യുവതലമുറയുടെ ഇടയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പലപ്പോഴും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നു. മാത്രമല്ല ഒരുപാട് പേര് വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അവരുടെ ഫാമിലികളൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതേ സോഷ്യൽ മീഡിയ തന്നെയാണെന്ന് കാണാം. മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ പ്രതിഷേധം അവർ വ്യക്തമാക്കുമ്പോൾ നമ്മുടെ റൈറ്റ് ടു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവകാശമാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. അതിനെതിരെ ഗവൺമെൻറ് കോടാലി വെക്കുന്നു. ഇതോടൊപ്പം തന്നെ നേപ്പാൾ ടൂറിസത്തെ വലിയ രീതിയിൽ ആശ്രയിക്കുന്ന ഒരു രാജ്യമാണെന്ന് കാണാം. അവരുടെ ടൂറിസത്തേക്ക് അവർ കൃത്യമായി പ്രൊമോട്ട് ചെയ്യുന്നത്, അഡ്വർടൈസ് ചെയ്യുന്നത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചാണ്. അപ്പോൾ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ വരുമാനത്തിലൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ മുന്നോട്ട് വന്നപ്പോഴാണ് അവിടുത്തെ യുവതലമുറയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത്. അത്രയും കാലം ഓൺലൈനായിട്ട് നിന്നിരുന്നൊരു പ്രതിഷേധം സെപ്റ്റംബർ 8 തിങ്കളാഴ്ച ഓഫ്ലൈനായി മാറുകയാണ്.
ഹാമി നേപ്പാൾ, അതുപോലെ തന്നെ ജെൻസി നേപ്പാൾ പോലെയുള്ള പല സംഘടനകളും നിരോധിക്കാത്ത ചില സോഷ്യൽ മീഡിയ ആപ്പുകളുണ്ട്. ടിക്ടോക്ക് പോലെയുള്ള ആപ്പുകൾ നിരോധിച്ചിരുന്നില്ല. ആ സോഷ്യൽ മീഡിയ ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ VPN സേവനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആളുകളുടെ ഇടയിലേക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റിന് ആഹ്വാനം ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി സെപ്റ്റംബർ 8-ാം തീയതി ഒരുപാട് ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. പ്രധാനമായിട്ടും നേപ്പാളിൻ്റെ തലസ്ഥാനമായിട്ടുള്ള കാഠ്മണ്ഡു ഒക്കെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ പ്രതിഷേധം നടക്കുന്നതെങ്കിലും നേപ്പാളിലെ പല സ്ഥലങ്ങളിലും ഈ പ്രതിഷേധം നടക്കുന്നുണ്ട്. യുവാക്കളാണ് കൂടുതലായിട്ടും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളുമൊക്കെ അവരുടെ യൂണിഫോമിൽ തന്നെ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് വരുന്നു. അങ്ങനെ വലിയ രീതിയിൽ ഈ പ്രതിഷേധം മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഈ പ്രതിഷേധത്തിനെതിരെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. ഒരു വിഭാഗം ആളുകൾ പറയുന്നത് സമാധാനപരമായി നടന്നുകൊണ്ടിരുന്ന ഈ പ്രതിഷേധത്തെ യാതൊരു കാരണവുമില്ലാതെ ഗവൺമെൻറ് ആക്രമിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഗവൺമെൻറ് മറ്റൊരു അഭിപ്രായമാണ് മുന്നോട്ട് വെക്കുന്നത്. ഈ ഒരു പ്രതിഷേധത്തിൻ്റെ ഇടയിലേക്ക് പലതരത്തിലുള്ള ആൻറ്റി നാഷണൽ, ആൻറ്റി സോഷ്യലായിട്ടുള്ള എലമെൻറ്റ്സ് കടന്നു വരുന്നു. അവർ ഗവൺമെൻറ്റിനെതിരെയും ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കെതിരെയും എന്തിന് സാധാരണക്കാർക്കെതിരെ പോലും പലതരത്തിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു. അപ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിന് ഇത്തരത്തിലുള്ളൊരു തിരിച്ചടി നൽകേണ്ടി വന്നതാണ് എന്ന് ഗവൺമെൻറ് പറയുന്നു. പക്ഷേ എങ്ങനെയായാലും നമ്മൾ വാർത്തകളിലെല്ലാം കാണുന്നത് പോലെ അവർ വലിയ രീതിയിലുള്ള കർഫ്യൂ മുന്നോട്ട് വെക്കുന്നു, റബ്ബർ ബുള്ളറ്റ്സ് ഉപയോഗിക്കുന്നു, ടിയർ ഗ്യാസ് ഉപയോഗിക്കുന്നു, ഒടുവിൽ ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡർ വരെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള കടുത്ത നടപടികളുടെ ഭാഗമായി ഏകദേശം 20ഓളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരെ എത്തുന്നു. ഏകദേശം 4000ഓളം ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു. അതിൽ തന്നെ ഏകദേശം 1000ഓളം ആളുകളുടെ നില ഗുരുതരമാണ് മുതലായ വാർത്തകളൊക്കെ മുന്നോട്ട് വരികയാണ്. അപ്പോൾ നേപ്പാൾ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, പണ്ട് മുതലേ അവിടുത്തെ മൊണാർക്കിക്കെതിരെ, അവിടുത്തെ രാജഭരണത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ഒരു സിവിൽ വാർ തന്നെ നടക്കുന്നുണ്ട്. 2006 വലിയൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ രാജാവിന് പുറത്ത് പോകേണ്ടി വന്നത് തന്നെ. അപ്പോൾ ആ സമയങ്ങളിലൊന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇത്രയും കടുത്ത രീതിയിലുള്ളൊരു നടപടി ജനങ്ങൾക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇത്ര അധികം ആളുകൾക്ക് ഒരു ദിവസം ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇത്രയും വലിയൊരു നടപടി ഉണ്ടാകുമ്പോൾ പ്രതിഷേധത്തിൻ്റെ രൂപം മാറുകയാണ്. ആളുകളുടെ ഭാഗത്തു നിന്നും ഗവൺമെൻറ് ബിൽഡിങ്ങുകൾക്കെതിരെയും മന്ത്രിമാരുടെയൊക്കെ വസതികൾക്കെതിരെയും പാർലമെൻറ്റിനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണെന്ന് പതിയെ നേപ്പാൾ ഗവൺമെൻറ് തിരിച്ചറിയുകയാണ്. ഈ വെടിവെപ്പിൻ്റെയും മരണത്തിൻ്റെയും ഒക്കെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അവിടുത്തെ ആഭ്യന്തരമന്ത്രി രാജിവെക്കുന്നു. അതുപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഈ ഒരു നടപടിക്കെതിരെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു വാഗ്ദാനം കൊടുക്കുന്നു. എന്തിനു പറയുന്നു? ഈ 26 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ മേലുണ്ടായിരുന്ന ബാൻ വരെ എടുത്തു കളയാൻ വരെ അവിടുത്തെ ഗവൺമെൻറ് തീരുമാനിക്കുകയാണ്. പക്ഷേ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. കാരണം സമയം ഒരുപാട് വൈകിപ്പോയിരുന്നു. പ്രതിഷേധത്തിൻ്റെ രീതിയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ ആപ്പുകൾ ബാൻ ചെയ്തതിനെതിരെ തുടങ്ങിയ പ്രതിഷേധം ഈ ഗവൺമെൻറ് താഴെ ഇറങ്ങാതെ അവസാനിപ്പിക്കുകയില്ല എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായിട്ട് ആളുകളെല്ലാം തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ആ പ്രതിഷേധം നടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സെപ്റ്റംബർ 9-ാം തീയതി ചൊവ്വാഴ്ച നേപ്പാളിൽ വലിയ രീതിയിലുള്ള കർഫ്യൂ ഒക്കെ ഗവൺമെൻറ് ഏർപ്പെടുത്തുന്നുണ്ടെങ്കിലും ആ കർഫ്യൂവിനെ എല്ലാം ലംഘിച്ചുകൊണ്ട് ഒരുപാട് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുകയും അവരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധവും പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടുള്ള അക്രമ സംഭവങ്ങളും ഉണ്ടാവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെൻറ് ബിൽഡിങ്ങുകൾക്കെതിരെ, പല മന്ത്രിമാരുടെയും വസതികൾക്കെതിരെ, എന്തിന് പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിൻ്റെയും വസതികൾക്കെതിരെ പോലും ആക്രമണം ഉണ്ടാകുന്നു. പാർലമെൻറ്റിന് തീയിടുന്നൊരവസ്ഥ വരെ ഉണ്ടാകുന്നു. പല മന്ത്രിമാരും പ്രധാനമന്ത്രിയൊക്കെ ഉൾപ്പെടെ ഹെലികോപ്റ്ററുകളിൽ അവരുടെ താമസ സ്ഥലങ്ങളിൽ നിന്ന് രക്ഷപ്പെടേണ്ട ഒരു അവസ്ഥ വരുന്നു. മാത്രമല്ല എല്ലാ മന്ത്രിമാരും ഒടുവിൽ പ്രധാനമന്ത്രിയും പ്രസിഡന്റും പോലും രാജിവെച്ച് നേപ്പാളിലെ ഗവൺമെൻറ് കംപ്ലീറ്റ് ആയിട്ട് താഴെ പോകുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാകുന്നു. അപ്പോൾ ഈ രീതിയിലാണ് കാലാകാലങ്ങളായി അവിടെ പുകഞ്ഞുകൊണ്ട് നിന്നിരുന്ന പല പ്രശ്നങ്ങളുടെയും ഭാഗമായിട്ടും അതിൻ്റെ മുകളിലേക്ക് ഈ സോഷ്യൽ മീഡിയ ബാൻ കൊണ്ടുവന്ന് വെച്ചതിൻ്റെയും ഭാഗമായിട്ടാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും നമ്മളിപ്പോൾ കാണുന്ന രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് നേപ്പാൾ നടക്കുകയും ചെയ്തതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടുള്ളൊരു ചോദ്യം ഉയർന്നു വരികയാണ്. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും അക്രമ സംഭവങ്ങളും ഇപ്പോൾ നടക്കുന്ന ഡെവലപ്മെൻറ്റുകളും എല്ലാം ഞാൻ ഇത്രയും നേരവും വീഡിയോയിൽ പറഞ്ഞതുപോലെ വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണോ, അതോ ഇതിൻ്റെ ഉള്ളിൽ പുറത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ, ഒരു ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണോ ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. ഒരു വിഭാഗം ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വാഭാവികമായിട്ട് നടന്നു വന്ന് വളരെ പതിയെ ഡെവലപ്പ് ചെയ്ത് ഇത്തരത്തിലേക്ക് എത്തിയതാണ് എന്ന് പറയുന്നു. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളുടെ ഇടപെടലുകളിലൂടെയാണ് ഈ ഒരു പ്രശ്നം ഇത്രയും വഷളാവുന്നത് എന്നാണ്. നേപ്പാൾ പോലെയുള്ള രാജ്യത്ത് സോഷ്യൽ മീഡിയ ബാൻ ചെയ്തു എന്ന് പറഞ്ഞൊരു പ്രൊട്ടസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെയുണ്ട്. പക്ഷേ വെറും 48 മണിക്കൂറുകൾ കൊണ്ട് അവിടുത്തെ ഗവൺമെൻറ്റിനെ തന്നെ അട്ടിമറിക്കുന്ന വിധത്തിൽ ആ പ്രൊട്ടസ്റ്റ് മാറിയിട്ടുണ്ടെങ്കിൽ പുറത്തു നിന്നുള്ളൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ട് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ ഈ രാജ്യത്തെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ ഉയർന്നു വരികയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയുന്നത് നേപ്പാളും ചൈനയുമായി നല്ല രീതിയിലുള്ളൊരു ബന്ധത്തിലാണ് മുന്നോട്ട് പോയിരുന്നത് എന്ന് പറയുന്നു. ഇപ്പം നേപ്പാളിലെ രാജിവെച്ച പ്രധാനമന്ത്രി KP ശർമ്മ ഓലി ചൈനയുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധം പുലർത്തിയിരുന്നു എന്ന് മാത്രമല്ല കഴിഞ്ഞ ആഴ്ച ഷാങ്ഹായിൽ പോവുകയും ചൈനീസ് പ്രസിഡന്റുമായിട്ട് മീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. മാത്രമല്ല ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൻ്റെ വലിയൊരു ഭാഗമായിട്ട് നേപ്പാൾ മുന്നോട്ട് വരികയും ചൈനയ്ക്ക് അതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, 26ഓളം സോഷ്യൽ മീഡിയ ആപ്പുകളെ ബാൻ ചെയ്തപ്പോഴും ചൈനീസ് ആപ്പായിട്ടുള്ള ടിക്ടോക്കിനെ നേപ്പാൾ ബാൻ ചെയ്തിരുന്നില്ല. അപ്പോൾ ഈ
കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഇവർ ചൈനയുമായിട്ടല്ല, അല്ലെങ്കിൽ വലിയൊരു പ്രോ ചൈന നിലപാട് അവർ സ്വീകരിച്ചിരുന്നു. ലോകത്തിലെ രാജ്യങ്ങളെല്ലാം ചൈനയോട് അടുക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരം രാജ്യങ്ങളെയെല്ലാം അട്ടിമറിക്കുന്ന അമേരിക്കയുടെ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് നടന്നതെന്ന് പറയുന്നു. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്രീലങ്ക ചൈനയോട് അടുക്കുമ്പോൾ ശ്രീലങ്കയിൽ ഒരു അട്ടിമറി നടക്കുന്നു, ബംഗ്ലാദേശ് ചൈനയോട് അടുക്കുമ്പോൾ ബംഗ്ലാദേശിൽ അട്ടിമറി നടക്കുന്നു. ഇപ്പോഴിതാ നേപ്പാളിലും സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെയും അമേരിക്കയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു അഭിപ്രായം മുന്നോട്ട് വരുന്നു. പക്ഷേ കൂടുതൽ ആളുകളും അഭിപ്രായപ്പെടുന്നത് ഇത് പൂർണ്ണമായിട്ടും സ്വാഭാവികമായിട്ട് ഉയർന്നു വന്നൊരു പ്രതിഷേധമാണോ എന്നോ പൂർണ്ണമായിട്ടും അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ ഇടപെടലാണോ എന്നോ പറയാൻ പറ്റില്ല. ഇതിനകത്ത് രണ്ടിനും ഭാഗമുണ്ട്. അതായത് ആളുകൾക്ക് കൃത്യമായിട്ടൊരു പ്രതിഷേധമുണ്ടായിരുന്നു. ആ പ്രതിഷേധത്തെ ഗവൺമെൻറ് ഇത്രയും ക്രൂരമായി അടിച്ചമർത്തിയപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം ചില വിദേശ ശക്തികളുടെ ഇടപെടലും ഉണ്ടായിട്ടുണ്ടാവാം എന്നുള്ള അഭിപ്രായം ആളുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കും സംശയങ്ങൾക്കും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകൾക്കും ഒപ്പം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല ടോപ്പിക്സുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.